ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് ടോപ്പിക്കായി വരുന്നത് സോഷ്യോളജി ആൻഡ് അതർ സോഷ്യൽ സയൻസസ്, സമൂഹശാസ്ത്രവും മറ്റ് സാമൂഹ്യ ശാസ്ത്രങ്ങളും തമ്മിലുള്ള ബന്ധം. പിന്നെ നമ്മൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ശാസ്ത്രമാണ്. ഇക്കണോമിക്സും പൊളിറ്റിക്സും ഹിസ്റ്ററിയും പോലുള്ള ഒരു സാമൂഹ്യ ശാസ്ത്രം തന്നെയാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. ഈ സാമൂഹ്യ ശാസ്ത്രങ്ങളുമായി വളരെ അടുത്ത ബന്ധമാണ് സോഷ്യോളജിക്ക് ഉള്ളത്. അപ്പൊ നമ്മൾ ഈ സാമൂഹ്യ ശാസ്ത്രങ്ങൾ, അതായത് എക്കണോമിക്സുമായും പൊളിറ്റിക്കൽ സയൻസുമായും ഹിസ്റ്ററിയുമായും സൈക്കോളജിയുമായും ആന്ത്രോപോളജിയായിട്ടൊക്കെ എങ്ങനെയാണ് സമൂഹശാസ്ത്രം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ലാസ്റ്റ് ടോപ്പിക്കിൽ പറയുന്നത്. സമയപരിമിതി ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ രണ്ടെണ്ണേ പറയുന്നുള്ളൂ. സോഷ്യോളജിയും ഇക്കണോമിക്സും ആയിട്ടുള്ള ബന്ധം, അതേപോലെ തന്നെ സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും ആയിട്ടുള്ള ബന്ധം. രണ്ട് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു വീഡിയോയിൽ പറയുന്നുള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് സോഷ്യോളജിയും ഇക്കണോമിക്സും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയാം. ഈ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് സാധന സേവനങ്ങളുടെ ഉൽപാദനം, ഉപഭോഗം, കൈമാറ്റം, അതേപോലെ തന്നെ സമ്പത്തിന്റെ വിതരണം എന്നിവയെ പറ്റിയുള്ള പഠനമാണ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ഈ സാമ്പത്തിക ശാസ്ത്രത്തില് മനുഷ്യൻ എങ്ങനെയാണ് അവരുടെ ജീവനോപാധി കണ്ടെത്തുന്നത് എന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ ബാങ്കുകൾ, ഫാക്ടറികൾ, ഗതാഗത ഉപാധികൾ, വാണിജ്യം തുടങ്ങിയ സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ തന്നെ ഈ എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൂടാതെ ഒരുപാട് സാമ്പത്തിക ശാസ്ത്രേതര വശങ്ങളെ കൂടി സാമ്പത്തിക ശാസ്ത്രം പഠന വിധേയമാക്കുന്നുണ്ട്. അതായത് സമൂഹം, കുടുംബം, അതുകൂടി അത്തരത്തിലുള്ള സാമ്പത്തിക ശാസ്ത്രേതര വശങ്ങൾ കൂടി സാമ്പത്തിക ശാസ്ത്രത്തില് പഠന വിധേയമാക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ സമൂഹശാസ്ത്രം എന്നത് ശരിക്കും വരുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ സാമ്പത്തികവും സാമ്പത്തികേതരവുമായ വശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം പഠന വിധേയമാക്കുന്നതാണ് സമൂഹശാസ്ത്രം എന്ന് പറയുന്നത്. മനുഷ്യന്റെ വരുമാനം, തൊഴില്, ജീവിതശൈലി എന്നിവയെ കുറിച്ച് സമൂഹശാസ്ത്രത്തില് നാം പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, സാമ്പത്തിക ശാസ്ത്രവും സമൂഹശാസ്ത്രവും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത്. ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സാമ്പത്തിക ശാസ്ത്രം എന്നത് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് മനുഷ്യന്റെ സാമ്പത്തിക പെരുമാറ്റത്തിലാണെങ്കിൽ സമൂഹശാസ്ത്രം ബാക്കി എല്ലാ വിഷയങ്ങളിലും ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ സമൂഹശാസ്ത്രവും ഇക്കണോമിക്സും തമ്മില്. ഈ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് പ്രശ്നങ്ങൾക്കുള്ള ടെക്നിക്കൽ സൊല്യൂഷൻസ്, ഓരോ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ, സാങ്കേതിക പരിഹാരങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട്. സമൂഹശാസ്ത്രം പ്രശ്നപരിഹാരത്തിന് സാങ്കേതിക മാർഗങ്ങൾ പ്രദാനം ചെയ്യുന്നില്ല എങ്കിൽ പോലും അടിസ്ഥാനപരമായുള്ള അനുമാനങ്ങളെ ചോദ്യം ചെയ്യാനുള്ള ചില വഴികള് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതില് സമൂഹശാസ്ത്രത്തില്. അതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. സമൂഹശാസ്ത്രം ഓരോ പ്രശ്നങ്ങൾക്കുമുള്ള സാങ്കേതിക പരിഹാരങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ സമൂഹശാസ്ത്രം ഏതൊരു കാര്യത്തിനെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ അനുമാനങ്ങളെയും ചോദ്യം ചെയ്യുന്നതിനുള്ള അവസരം. ഇനി നമ്മൾ സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും തമ്മിലുള്ള റിലേഷനെ കുറിച്ചാണ് പറയുന്നത്. സമൂഹശാസ്ത്രവും രാഷ്ട്രീയ മീമാംസയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഈ രാഷ്ട്രതന്ത്രം എന്ന് പറയുന്നത് ഗവൺമെന്റിനെ കുറിച്ചുള്ള പഠനമാണ്. അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഗവൺമെന്റിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന്റെ പ്രധാന വശം എന്ന് പറയുന്നത് അധികാരമാണ്. രാഷ്ട്രതന്ത്രത്തിന്റെ പ്രധാന വശമായിട്ട് വരുന്നത് അധികാരമാണ്. എന്നാൽ സമൂഹശാസ്ത്രത്തിൽ നമ്മൾ സമൂഹത്തെ മുഴുവനായി, അതില് ഈ സ്റ്റേറ്റും ഗവൺമെന്റും ഒക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. അതൊക്കെ ഉൾക്കൊള്ളുന്ന സമൂഹത്തെ മൊത്തമായി നമ്മൾ ഏതിൽ പഠിക്കുന്നു? സമൂഹശാസ്ത്രത്തില് പഠിക്കുന്നു. ഈ രാഷ്ട്രതന്ത്രവും സമൂഹശാസ്ത്രവും തമ്മിൽ വ്യക്തമായ ബന്ധമുണ്ട്. രണ്ടും സമൂഹം എന്നൊരു പൊതുവായ രംഗത്താണ് പ്രവർത്തിക്കുന്നത്. രാഷ്ട്രതന്ത്രമാണെങ്കിലും സമൂഹശാസ്ത്രമാണെങ്കിലും സമൂഹം എന്നുള്ള ഒരു പൊതു രംഗത്താണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ പൊതുവായ പഠിക്കുന്നതിനായിട്ട് എടുക്കുന്ന തലം എന്ന് പറയുന്നത് ഒന്നാണ്, സമൂഹം തന്നെയാണ്. സമൂഹമാണ് അവര് പഠിക്കുന്നതിനായി എടുക്കുന്ന തലം. പിന്നെ സമൂഹശാസ്ത്ര തത്വങ്ങളുടെ സഹായത്തോടു കൂടിയിട്ടാണ് പല രാഷ്ട്രീയ പ്രശ്നങ്ങളും വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഏതൊരു രാഷ്ട്രീയ പ്രശ്നമാണെങ്കിലും അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? സമൂഹത്തെക്കുറിച്ചുള്ള ഒരു അറിവുണ്ടായിരിക്കണം. ആ സമൂഹത്തെക്കുറിച്ചുള്ള അറിവ് പ്രദാനം ചെയ്യുന്നത് സോഷ്യോളജിയാണ്. അപ്പോൾ രാഷ്ട്രീയ പ്രശ്നങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ സമൂഹത്തെക്കുറിച്ചുള്ള അറിവ് വേണം. ആ അറിവ് നൽകുന്നത് സോഷ്യോളജിയാണ്.
രാഷ്ട്രതന്ത്രജ്ഞന്മാര് സാമൂഹ്യ പ്രശ്നങ്ങളുടെ വിശകലനത്തില് ഗണ്യമായ സംഭാവനകളും ചെയ്യാറുണ്ട്. ഇതേപോലെ തന്നെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ സോഷ്യോളജി സഹായിക്കുന്നുണ്ടെങ്കിൽ സാമൂഹ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് രാഷ്ട്രതന്ത്രജ്ഞരും ഗണ്യമായ സംഭാവനകൾ നൽകുന്നുണ്ട്. സമൂഹശാസ്ത്രജ്ഞർ എല്ലാ വിധത്തിലുമുള്ള സാമൂഹ്യ നിയന്ത്രണങ്ങളും പഠന വിധേയമാക്കുന്നുണ്ട്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് അധികാരത്തിനാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. എന്നാൽ സോഷ്യോളജിയില് സാമൂഹ്യ നിയന്ത്രണങ്ങൾക്കുള്ള ഉപാധികൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സമൂഹത്തിന്റെ ഒരു സ്രോതസ്സായിട്ടാണ് സോഷ്യോളജി വരുന്നത്. സോഷ്യോളജി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ സോഴ്സ് ഓഫ് സൊസൈറ്റി. എന്നാൽ പൊളിറ്റിക്സിലും നിയന്ത്രണങ്ങൾ വരുന്നുണ്ട്. ഗവൺമെന്റുകളുടെ നിയന്ത്രണത്തിനാണ് പൊളിറ്റിക്സ് ശ്രദ്ധ കൊടുക്കുന്നത്. സാമൂഹ്യ നിയന്ത്രണ ഉപാധികൾക്ക് സോഷ്യോളജി പ്രാധാന്യം കൊടുക്കുമ്പോൾ ഗവൺമെന്റുകളുടെ നിയന്ത്രണത്തിനാണ് പൊളിറ്റിക്കൽ സയൻസ് ശ്രദ്ധ കൊടുക്കുന്നത്. അപ്പൊ സമൂഹശാസ്ത്രവും പൊളിറ്റിക്കൽ സയൻസും തമ്മിൽ നല്ലൊരു ബന്ധമാണുള്ളത്. സമൂഹശാസ്ത്രജ്ഞര് പൊളിറ്റിക്കൽ ഇഷ്യൂസ്, രാഷ്ട്രീയ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി സഹായിക്കുന്നുണ്ട്. അതേപോലെ സാമൂഹിക പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് പരിഹാരം കണ്ടെത്താനായിട്ട് രാഷ്ട്രതന്ത്രജ്ഞരും സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതൊരു രാഷ്ട്രീയ പ്രശ്നമാണെങ്കിലും അതിനൊരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഒരു സാമൂഹിക പശ്ചാത്തലം അതിന് ഉണ്ടായിരിക്കും. പൊളിറ്റിക്കൽ ലൈഫ് ഒരിക്കലും നമുക്ക് സോഷ്യൽ ലൈഫിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ ഈ രണ്ട് ഡിസിപ്ലിൻസും, സോഷ്യോളജിയും പൊളിറ്റിക്സും തമ്മിലുള്ള ആ ഒരു രണ്ട് ഡിസിപ്ലിൻസും തമ്മിലുള്ള ആ ഒരു ഇന്റർ ഡിപ്പെൻഡൻസിൽ നിന്നാണ് പുതിയൊരു ബ്രാഞ്ച്, ഒരു പുതിയൊരു ശാസ്ത്ര ശാഖ വളർന്നു വന്നിട്ടുള്ളത്. അതാണ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ സോഷ്യോളജി പൊളിറ്റിക്സും തമ്മിലുള്ള ആ ഒരു പരസ്പര ബന്ധത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ശാസ്ത്രശാഖയാണ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്നത്. ഈ പൊളിറ്റിക്കൽ സോഷ്യോളജി പ്രധാനമായിട്ടും ശ്രദ്ധ കൊടുക്കുന്നത് പൊളിറ്റിക്കൽ ബിഹേവിയർ, രാഷ്ട്രീയ സ്വഭാവത്തെ കുറിച്ച് പഠിക്കുന്നതിനാണ്. സമൂഹശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം പോലെ തന്നെ രാഷ്ട്രീയ തന്ത്രവും അതേപോലെ തന്നെ സമൂഹശാസ്ത്രവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമ്മളിവിടെ സ്റ്റേറ്റ് ഹ്യൂമൻ ബിഹേവിയറിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് നിയമങ്ങളിലൂടെ. അതേപോലെ തന്നെ സമൂഹശാസ്ത്രജ്ഞരും സാമൂഹ്യ നിയന്ത്രണങ്ങളിലൂടെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ട്. ഗവൺമെന്റിനെ എല്ലാം നിയന്ത്രിക്കുന്നതിന് ഒരുപാട് സഹായിക്കുന്നുണ്ട്. എല്ലാ സമൂഹം എന്നുള്ള ഒരു ഒറ്റ തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. സോഷ്യോളജി ആണെങ്കിലും പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിലും ഈ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ വരുന്ന എല്ലാം തന്നെ സോഷ്യോളജിയിലും പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പൊളിറ്റിക്കൽ സയൻസിൽ വരാത്ത ചില കാര്യങ്ങൾ, ഫാമിലി, എഡ്യൂക്കേഷൻ, ബിലീഫ്, ട്രഡീഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ പൊളിറ്റിക്സിലും പഠിക്കുന്നുണ്ട്. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് പൊളിറ്റിക്കൽ സയൻസും സോഷ്യോളജിയും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സോഷ്യോളജിയും മറ്റുള്ള സമൂഹശാസ്ത്രങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്: സോഷ്യോളജിയും ഇക്കണോമിക്സും, സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം. പിന്നെ പറഞ്ഞത് സമൂഹശാസ്ത്രവും രാഷ്ട്രീയ തന്ത്രവും, രാഷ്ട്രീയ മീമാംസയും തമ്മിലുള്ള ബന്ധം. സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. ഇക്കണോമിക്സ് ആണെങ്കിലും പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിലും ഏതിലെ പ്രശ്നങ്ങളാണെങ്കിലും പഠിക്കണമെങ്കിൽ എന്ത് വേണം? സോഷ്യോളജിയുടെ സപ്പോർട്ട് ഉണ്ടായേ പറ്റൂ. ഇപ്പോൾ പൊളിറ്റിക്സിലാണെങ്കിൽ നമ്മൾ രാഷ്ട്രീയ ബന്ധങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതേപോലെ ഇക്കണോമിക്സിലാണെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക്, സാമ്പത്തിക ബന്ധങ്ങൾക്ക് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ സോഷ്യോളജിയിലാണെങ്കിലോ എല്ലാ തരം ബന്ധങ്ങളും അതിൽ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്സിനേക്കാളും ഇക്കണോമിക്സിനേക്കാളും ഒക്കെ വ്യാപ്തി കൂടുതലുള്ള ഒന്നാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. പൊളിറ്റിക്സിന്റെയും സോഷ്യോളജിയുടെ ഒക്കെ വ്യാപ്തി ഇടുങ്ങിയതാണ്, എന്നാൽ സോഷ്യോളജിയുടെ വ്യാപ്തി വളരെ വിശാലമായതാണ്. ഇതിലെല്ലാം തന്നെ പരസ്പരം ഇപ്പൊ നമ്മൾ പൊളിറ്റിക്സിനാണെങ്കിലും ഇക്കണോമിക്സിനാണെങ്കിലും സോഷ്യോളജിയുടെ സഹായം ആവശ്യമുണ്ട്. അതേപോലെ തന്നെ സോഷ്യോളജിക്കും എന്താവശ്യമുണ്ട്? പൊളിറ്റിക്സിന്റെയും ഇക്കണോമിക്സിന്റെയും ഒക്കെ സഹായം ആവശ്യമാണ്. ഇക്കണോമിക്സിൽ ഉപയോഗിക്കുന്ന പല ടെക്നിക്സും നമുക്ക് ഏതിൽ ഉപയോഗിക്കാനായി പറ്റും? സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് പറ്റും. അതേപോലെ തന്നെ രാഷ്ട്രതന്ത്രജ്ഞരുടെ സഹായം കൂടി എന്തിനാവശ്യമാണ്? സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമാണ്. അപ്പൊ എല്ലാം തന്നെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് രാഷ്ട്രീയ സമൂഹശാസ്ത്രവും ചരിത്രവും തമ്മിലുള്ള, ഹിസ്റ്ററിയും തമ്മിലുള്ള റിലേഷൻ പറയണം. അതേപോലെ തന്നെ സമൂഹശാസ്ത്രവും മനഃശാസ്ത്രവും, സൈക്കോളജി തമ്മിലുള്ള റിലേഷനും
അതേപോലെ സമൂഹശാസ്ത്രവും ആന്ത്രോപോളജിയും തമ്മിലുള്ള, നരവംശശാസ്ത്രവും തമ്മിലുള്ള റിലേഷനും നമുക്കിനി പറയാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ അതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ഇടുന്നതായിരിക്കും. ഇന്ന് ഇത്രയാണ് പറയാനുള്ളത്. താങ്ക് യു.